ആരോരുമില്ലാത്ത വയോജനങ്ങൾക്ക് താങ്ങും തണലുമായി രണ്ട് കൂട്ടുകാരികൾ. മലപ്പുറത്ത് നവജീവൻ വൃദ്ധസദനം നടത്തുന്ന സുജാ മാധവിയും പുഷ്പലതയുമാണ് സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃക പകരുന്നത്. 16 പ്രായമായ അച്ഛന്മാരാണ് ഇവിടെയുള്ളത്. സ്നേഹം മാത്രം തളം കെട്ടിക്കിടക്കുന്ന ഒരു വീട്, അതാണ് മലപ്പുറം കാവുങ്ങലിലെ നവജീവൻ വൃദ്ധസദനം. ജീവിതത്തിൽ തനിച്ചായി പോയ 16 മനുഷ്യർക്ക് കൂട്ടായി 2 മാലാകമാരുണ്ടിവിടെ, സുജാമാധവിയും പുഷ്പലതയും. സുജയുടെ അമ്മ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. ആശുപത്രിയിലെ ജീവിതം മനസ്സിനെ സ്വാധീനിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി ചെയ്തിരുന്ന സുജ സമാന ചിന്താഗതിയുള്ള പുഷ്പലതയുമായി കൂട്ടുചേർന്നു. 2018 അവർ നവജീവൻ ട്രസ്റ്റ് ആദ്യം ആരംഭിച്ചു. 2021 മുതൽ നവജീവൻ വൃദ്ധസദനമായി മാറി. റോഡരികിൽ പോലീസ് കണ്ടെത്തുന്ന, കലക്ടറുടെ ശുപാർശയിൽ വരുന്ന, രോഗം ഭേദമായിട്ടും ആശുപത്രിയിൽ നിന്ന് ആരും കൂട്ടിക്കൊണ്ടുപോകാനില്ലാത്ത അശരണരായ മനുഷ്യർക്ക് അവർ പുഞ്ചിരിയോടെ കൈ നൽകി. പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് കയറിയതാണല്ലോ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പാവപ്പെട്ട എല്ലാവരുടെയും മരുന്നിനും ഭക്ഷണത്തിനുമുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. പിന്നെ ആ സമയത്തിന് നമ്മുടെ ബിസിനസ് എന്നൊക്കെ കിട്ടുന്ന ചെറിയ ലാഭത്തിൽ നിന്ന് നമ്മൾ പൊതിച്ചോറുകൾ, റോഡിലുള്ളവർക്ക് പൊതിച്ചോറുകൾ കൊടുത്തായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഇതുപോലെ ഭക്ഷണ കിറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ ഓരോരുത്തർ ചോദ്യം തുടങ്ങി, എന്താണിത്, സംഘടനയാണോ അങ്ങനെ. അപ്പോൾ ആൾക്കാരുടെ ചോദ്യത്തിന് മറുപടി ഇതാക്കാനാണ്, ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത്. 2023 മുതൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് നവജീവൻ. ഇലക്ട്രോണിക് ഡിപ്ലോമ കഴിഞ്ഞ പുഷ്പലത കോഴിക്കോട് സ്വദേശിയും സുജ വയനാട് സ്വദേശിയുമാണ്. 2 പേരും കുടുംബമായി താമസിക്കുന്നു. കൂടുതൽ സമയവും ഈ മനുഷ്യർക്കൊപ്പം ഹോമിലുണ്ടാകും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അമ്മമാരതും കൂടി തുടങ്ങണമെന്നുണ്ട്. സ്വന്തമായിട്ടൊരു സ്ഥലമില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളിപ്പോൾ വല്ലാത്തൊരു വിഷയത്തിലേക്ക് മാറുന്നത്. അങ്ങനെ ആകുമ്പം ഇഷ്ടംപോലെ നമുക്ക് അമ്മമാരെ കോളുകൾ വരുന്നുണ്ട്. നമ്മൾ മെസ്സേജ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ മക്കളെ അറിയിച്ചും കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ ഉയരരുത് എന്നാണ് നമ്മളെ ഒരു ഇത്. പിന്നെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മരണം വരെ ഞങ്ങൾ നിങ്ങളെ നോക്കുന്നതാണ്. അപ്പോൾ ഇപ്പം സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിലും മറ്റുള്ളവർക്കും ക്ലാസ് എടുത്ത് കൊടുത്ത് ഒരു പരിചയം വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ മക്കളെ എല്ലാ സൗകര്യങ്ങളിലും വളർത്തുന്നത് കൊണ്ട് ഇത് കൂടി വരിക എന്നല്ലാണ്ട് അതിലേക്കൊരു മാറ്റം കാണുന്നില്ല. രോഗം വന്നാൽ ചികിത്സിച്ച് കൃത്യമായി മരുന്ന് നൽകി, ഭക്ഷണം നൽകി ഇപ്പോഴുള്ള 16 പേർക്കും അവർ പ്രിയപ്പെട്ട മക്കളാകുന്നു. വൃദ്ധസദനത്തിൽ വെച്ച് മരിച്ച 7 പേരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തതും സുജയും പുഷ്പലതയുമാണ്. ഇവരെ പോലുള്ള മനുഷ്യരാണ് ഈ ലോകം ജീവിക്കാൻ അത്രമേൽ സുന്ദരമാക്കുന്നത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. 2 കൂട്ടുകാർ ഒന്നിച്ചപ്പോൾ അങ്ങനെ അവർക്ക് അത്രയും പേർക്ക് ഒരു വീടായി, ഒരു കൂരയായി. അപ്പോൾ അത് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ചേച്ചിമാർക്ക് 2 പേർക്കും ആശംസകൾ. അസ്വസ്ഥതപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകൾക്കിടയിൽ ഇതുപോലെ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ പെയ്തു നിറയുന്ന ചില വാർത്തകൾ.